വെൽക്കം ടു ലെജൻസ്. നമുക്ക് ഇന്നത്തെ സ്റ്റഡിന്റെ ഒരു വീഡിയോ. സ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാങ്ങിങ് വരുന്ന പാറ്റേൺ, ഇമ്പോർട്ടഡ് ഐറ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം റേറ്റ് ഉണ്ട്. കാരണം പ്രീമിയം കളക്ഷന് വരുന്ന കുറച്ച് ഇതാണ്. നമുക്ക് ആ ഒരു പക്ഷേ പ്രൊഡക്റ്റിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ കൂടിയ ഡ്രസ്സസ് ഒക്കെ എടുക്കുമ്പോഴത്തേനും കമ്മലിന് അത്ര ആ ഒരു വലിയ റേറ്റ് എന്ന് പറയാനില്ല. പക്ഷെ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖത്തിന് അത്രയും ഭംഗി കൂടുതൽ നൽകും. പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് ഹാങ്ങിങ് പാറ്റേണിലുള്ള ഡിസൈനാണ് നമ്മൾ കാണിക്കുന്നത്. സ്റ്റഡ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ്. അപ്പൊ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ കൂടുതലുണ്ടാകും ആ ഒരു വർക്കിനൊക്കെ. ഇതെല്ലാം AD സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ മേളത്തെ ഈ ഒരു നെറ്റിലൊക്കെ ആണെങ്കിലും അത്രയും നല്ല രസമാട്ടോ കാണാൻ. ഇതിന്റെ ഫിനിഷിങ്ങും പറയാതിരിക്കാൻ പറ്റില്ല. ഇതിന്റെ പ്രൈസ് നിങ്ങൾ ആ രീതി കണക്കൂട്ടരുത്. ശരിക്കും നമുക്ക് ആ ഒരു പാർട്ടി വെയർ മോഡലിൽ വരുന്ന ഐറ്റംസ് ആണ്. അപ്പൊ ഇതെല്ലാം 1000 മേളിൽ തൊട്ട് അല്ലാതെയും വരാറുണ്ട്. ഇതൊക്കെ നമുക്കൊരു ആവറേജ് റേറ്റുള്ള ഐറ്റംസ് ആണ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കുന്നത്. കുറച്ചെണ്ണം ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം പ്രോഡക്ട്സ് ഇങ്ങനെ എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യക്കാർ എപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെറൈറ്റി തപ്പി നടക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് യുണീക്ക് ആയിട്ട് നിൽക്കുന്ന ഡിസൈൻസ് എന്നാണെങ്കിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ. നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ നമുക്കൊരു ഹാങ്ങിങ് പോലെ നമുക്ക് ആ ഒരു റിംഗ് ഒക്കെ പാറ്റേൺ വരത്തില്ലേ, അതുപോലെ രീതിയിൽ ഇടാൻ പറ്റുന്ന മോഡലാണ്. ഇത് പിന്നെ എക്സ്ട്രാ ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലോട്ട് വരുമ്പോൾ അവിടെ സ്റ്റോൺ വരും. അതുകൊണ്ട് നോർമലി ഇങ്ങനെ തിന്നായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഈ മേൽ പോർഷൻ ആണെങ്കിലും കുറച്ച് സ്റ്റോൺ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കാണുമ്പം നല്ല ഭംഗിയായിട്ട് കിടക്കും. താഴത്തോട്ട് വരുന്നിടത്ത് ഇതുപോലെ കണ്ടില്ലേ AD സ്റ്റോണും ആ ഒരു ഫ്ലവർ ഡിസൈനുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെബ്സൈറ്റിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് P660, റേറ്റ് 550 രൂപയാണ്. 556. നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേളിന്റെ ഡിസൈൻ ആണ്. അപ്പോൾ ഇതിന്റെ ആ ഒരു ഫിനിഷിങ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. കാരണം ആ സ്റ്റോണിന്റെ തിളക്കവും ആ ഒരു ഹാങ്ങിന്റെ പാറ്റേൺ ഒക്കെ കാണുമ്പോഴേ അത്യാവശ്യം നല്ല നല്ല പേളാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ആ ഒരു 3 ഡിസൈൻ 3 വലിപ്പത്തിൽ വരുന്ന സ്റ്റോൺസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അത് ആ ഒരു ഹാങ്ങിങ് തന്നെയായിട്ട് കിടക്കുമ്പോൾ കാണാൻ അടിപൊളിയാണ്. നിങ്ങൾ ആ ഒരു കാലിൽ ഇട്ടിട്ടുള്ള ഒരു ഡിസൈനൊക്കെ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത്രയും ബ്യൂട്ടിഫുൾ ആട്ടോ. ഇങ്ങനത്തെ പേളിന്റെ ഈ ഒരു മോഡൽ ഇട്ട് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. കാരണം മുഖത്തിന് ഭയങ്കര ഭംഗിയാട്ടോ ഇങ്ങനത്തെ മോഡൽ യൂസ് ചെയ്യുമ്പോൾ. ഇത് എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാം. നമുക്ക് കൂടിയ ചുരിദാറോ സാരിയോ ഏതാണെങ്കിലും നമുക്കിത് കുറച്ച് പാർട്ടി വെയർ ആയിട്ട് ഹെവി ആയിട്ട് വരുന്ന ഡിസൈൻസിനൊക്കെ ഡ്രസ്സുകൾക്കൊക്കെ ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒത്തിരി സിമ്പിൾ അല്ല താനും. നമുക്ക് എന്തായാലും ഇടുമ്പോഴത്തേനും ആ ഒരു ഭംഗി എന്തായാലും മുഖത്ത് കാണാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് P663, റേറ്റ് 590 59. അടുത്ത ഡിസൈൻ ഇതാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ആ ഒരു സ്റ്റോണിന്റെ തിളക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിലുമൊക്കെ പല റേഞ്ചിലുള്ള ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഏറ്റവും കൂടിയ ഐറ്റം എന്ന് തന്നെ പറയാം. നമുക്ക് ആ ഒരു പ്രീമിയം കളക്ഷനിൽ വരുന്നതിൻ്റെ അകത്തെ റേറ്റ് കൂടിയ ഐറ്റംസ് ആണ് ഇന്നത്തെ ഞാൻ കാണിക്കുന്നത്. എല്ലാ സൈസ് പ്രോഡക്ട്സും നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്സ് ആയിട്ടായിരിക്കും കേട്ടോ വരിക. റേറ്റ് കുറഞ്ഞതും കൂടുതലെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ഭംഗി നോക്കിയിട്ട് തന്നെ നിങ്ങൾ മേടിച്ചാൽ മതി. കാരണം അത്രയ്ക്കും ഭംഗിയുള്ള ഐറ്റംസിനാണ് നമുക്ക് റേറ്റിന്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതുമൊക്കെ ആ ഒരു സ്റ്റോണിന്റെ തിളക്കമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ എന്തായാലും മനസ്സിലാകും. കാരണം ഇതിനകത്ത് കാണുന്നേക്കാളും അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ആ ADയുടെ ഒക്കെ ആ ഒരു കറക്റ്റ് എടുപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റോണിലൊക്കെ കിട്ടുന്നുണ്ട്. ഇതുണ്ടല്ലേ അത്ര നല്ല വെട്ടിത്തിളങ്ങും. ശരിക്കും ഡയമണ്ടിന്റെ അതേ ഒരു ഫിനിഷ്ഡാണ്. നമ്മുടെ അൺകട്ടൊക്കെ വരത്തില്ലേ ആ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ആ ഒരു ഭംഗി നിൽക്കുന്നത്. അൺകട്ടല്ല കേട്ടോ, ഇത് അല്ലാത്ത സൈസ് മോഡലാണ്. ഇങ്ങനെ ആ ഒരു വെട്ടിത്തിളക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ആ ഒരു ടൈപ്പ് സ്റ്റോൺ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ കണ്ടില്ലേ, ഇതിൽ വലിയത് തൊട്ട് ചെറുത് വരെ ഇങ്ങനെ ആ ഒരു സ്റ്റോൺസ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന രീതിയിലാണ് താഴത്തോട്ട് പോയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് P661, റേറ്റ് 460 46. നമുക്ക് അടുത്ത വരുന്ന കുറച്ച് ലീൻ ആയിട്ട് നമുക്ക് ഇച്ചിരി കൂടെ ഒരു സിമ്പിൾ പാറ്റേൺ ആണ്. പക്ഷേ ഈ സ്റ്റോണിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഈ സ്റ്റോൺ ബോളിൽ കുറഞ്ഞ ഐറ്റംസും വരാറുണ്ട്. പക്ഷേ ഇതുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം അതിന്റെ സ്റ്റോണിന്റെ എടുപ്പ് എന്ന് പറയുന്നത് അത്രയാണ്. ഈ സ്റ്റോൺ ബോളിന്റെ എടുപ്പ് ഭയങ്കരമാണ് കേട്ടോ. അപ്പൊ ഇതിന് നോർമലി നമുക്കൊരു 500 മിച്ചം റേഞ്ച് വരുന്നതും മറ്റേത് നോർമലി നമുക്ക് ആ സ്റ്റോൺ ബോൾ ചെറിയ എമൗണ്ട് കിട്ടുന്നതുമായിട്ട് നമുക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ വെച്ച് നോക്കണ്ടല്ല, അതിനെ കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ ഭംഗി എന്താണെന്നുള്ളത്. പിന്നെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ ബോൾ അതിന് കൊടുത്തേക്കെന്ന് അറിയോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി അങ്ങ് ഭയങ്കര ഹെവി ആയിട്ടല്ലാതെ കുറച്ച് ലീൻ പാറ്റേൺ കൊടുക്കുന്നത്. നമുക്ക് ഓരോ ഡ്രസ്സിന്റെ അനുസരിച്ചിരിക്കും കേട്ടോ. ചില ഡ്രസ്സിനൊക്കെ ഇങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ളതിന് കുറച്ച് മെലിഞ്ഞ സൈസ് കമ്മലുകളാണ് നല്ലത്. എന്നാൽ ഹാങ്ങിങ് വേണം താനും അങ്ങനെയുള്ളവർക്ക് വേണ്ടി വരുന്ന ഐറ്റംസാണ്. അപ്പോൾ ഇതിന്റെ ഞാൻ പറഞ്ഞില്ല ഫോട്ടോസ് ആഡ് ചെയ്തേക്കാം. പിന്നെ ഈ കയ്യിൽ വെച്ച് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം എൻ്റെ വലിപ്പം മനസ്സിലാവും. ഭയങ്കര വലിപ്പമല്ല കേട്ടോ. ഇതൊക്കെ ഒരു ആവറേജ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന്റെ ഫോട്ടോസ് ആണ് ചിലതിൻ്റെ അകത്തൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ ഇരുന്നും കയ്യിൽ വെച്ചിട്ട് തന്നെ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു കുറച്ചൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് ഓർത്താ കേട്ടോ. പിന്നെ ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് കാണുന്ന ഈ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് P623, റേറ്റ് 520 520. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇതൊരു ഹാഫ് ഇങ്ങനെ റിംഗ് അല്ല കേട്ടോ. ഇതുപോലെ ഹാങ്ങിങ് കൊടുക്കുന്ന സൈസ് മോഡലാണ്.
ഇതിനും റേഞ്ച് ഉണ്ട്. കാരണം ഈ ഒരു സ്റ്റോണിന്റെ റേറ്റ് പിന്നെ പേളിന്റെ റേറ്റ് എന്തായാലും നിങ്ങൾക്ക് ഇത് വേറെ തപ്പി ഇങ്ങനത്തെ ഇത്രയും ഫിനിഷിംഗ് ഉള്ള ഐറ്റംസ് കിട്ടത്തില്ല. കാരണം നമ്മളിത് ഭയങ്കര തപ്പി എടുത്തുകൊണ്ട് വരുന്ന കേട്ടോ. ഹാൻഡ് പിക്ഡ് എന്ന് തന്നെ പറയാം. അങ്ങനെയായിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ കളക്ഷനിൽ കാണിക്കുന്നത്. റേറ്റ് കുറഞ്ഞതിൻ്റെ അകത്ത് കോമൺ ചിലപ്പം വേറെ ഐറ്റംസും കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ പ്രീമിയം ഐറ്റംസിലൊക്കെ അങ്ങനെ ഒത്തിരി പീസസ് വരത്തില്ല. നമുക്ക് അത്രയും നമുക്കത് ഇതുള്ളതുകൊണ്ടാട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് വന്നാലും എന്തായാലും നിങ്ങൾക്കത് എന്തായാലും വർത്ത് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. നിങ്ങൾ ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സിനൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ നമുക്ക് എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനത്തെ മോഡലൊക്കെ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ തന്നെയായിരുന്നു, ഡെയിലി ഉപയോഗിക്കുന്ന ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ ഇടാൻ പറയണില്ല, എന്നാൽ പോലും ഒത്തിരി നാൾ തന്നെ കിടക്കുന്ന ഐറ്റംസ് ആട്ടോ. കാതിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അത്ര ശ്രദ്ധിക്കത്തുമില്ല. ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ കളർ പോകുന്ന പ്രശ്നമുള്ള ഐറ്റംസ് ഒന്നും അല്ല. ശരിക്കും ഇത് പാർട്ടി വെയർ ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം അല്ലാതെ ഇട്ടാൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് P588, റേറ്റ് വരുന്നത് 550 ആണ്, 550. നമ്മുടെ നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ പാറ്റേണിൽ 2 ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. വലിയ ഫ്ലവർ, ചെറിയ ഫ്ലവർ. അപ്പൊ അതങ്ങനെ ഒത്തിരി വലിപ്പമല്ല, ഒരു മീഡിയം സൈസിനൊക്കെ പറയാൻ പറ്റുള്ളൂ. ഗൗണിന്റെ കൂടെയൊക്കെ നല്ല രസമാട്ടോ കാണാനായിട്ട്. നമുക്ക് നേരത്തെ എപ്പോഴും തന്നെ ഇങ്ങനെ പിള്ളേർ ചോദിച്ചു വരുമായിരുന്നു ഗൗണിന്റെ കൂടെ ഇടാൻ പറ്റുന്ന സൈസ് സെപ്പറേറ്റ് കമ്പനികൾ. ഇപ്പൊ ഇതൊക്കെ ഒത്തിരി എണ്ണം നമ്മളിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ കിട്ടാൻ പാടായിരുന്നു, തപ്പിപ്പിടിച്ച് കുറേശ്ശെ കിട്ടുന്നുള്ളായിരുന്നു. ഇപ്പൊ പിന്നെയും കുറച്ചുകൂടെയൊക്കെ സെലക്ഷൻ നമ്മൾ തപ്പിപ്പിടിച്ച് എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. ടൈം കൂടുതലൊക്കെ എടുത്തിട്ടാണേലും എടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഭംഗി ശരിക്കും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത്ര രസമാട്ടോ. ഒത്തിരി ഓവർ വലിപ്പവും ഇല്ല. എനിക്ക് തോന്നുന്നു കുറച്ച് പേരുണ്ട് അങ്ങനെ ഭയങ്കര ഓവർ വലിപ്പം ഇടാൻ താല്പര്യവും ഇല്ല, എന്നാൽ തീരെ ചെറുതായി പോവുകയും ചെയ്യരുത്, പാർട്ടി വെയർ ആണെന്ന് തോന്നിക്കുകയും ചെയ്യണം. അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഒരു മീഡിയം വലിപ്പമുള്ള ഹാങ്ങിങ്സ് എന്ന് പറയാവുന്ന ഒരു സൈസാണ് ഇതൊക്കെ. പിന്നെ അതിന്റെ ഒരു സ്റ്റോണിന്റെ എടുപ്പും അത്ര ഭംഗിയാട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ഇടരുത് കേട്ടോ. ഡെയിലി ഇട്ടോണ്ട് കുഴപ്പമില്ല. അപ്പൊ ശകലം കളർ ഇങ്ങനെ കുറച്ച് പോയാലും അങ്ങനെ കണ്ടാൽ ഭംഗിക്കുറവൊന്നും വരില്ല. കാരണം മെയിൻ ആയിട്ട് നിൽക്കുന്ന അതിന്റെ സ്റ്റോൺസ് ആണല്ലോ. അപ്പൊ അതിന്റെ സ്റ്റോണിന്റെ ഭംഗി എന്തായാലും കുറയത്തില്ല. പിന്നെ ആ ഒരു ഗോൾഡൻ ഫിനിഷ് കുറച്ച് കഴിയുന്നതിന് മങ്ങിയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ നമുക്ക് തോന്നത്തില്ല, അത്രയും ഭംഗിയായിട്ട് നിൽക്കുന്ന ഐറ്റം ആയതുകൊണ്ട്. ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഗോൾഡൻ ഷെയ്ഡ് കുറച്ച് മങ്ങാൻ ചാൻസ് ഉണ്ട് ഡെയിലി ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ കളർ പോകത്തില്ല എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്, കളർ പോയാലും കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടാവും. അപ്പൊ ഇതിന്റെ നമ്പർ വരുന്നത് P662, റേറ്റ് ഇതിന് 590 ആണ്, 590. അടുത്ത ഡിസൈൻ ഇതാട്ടോ. ഭയങ്കര രസമുള്ള ഒരു ഐറ്റം ആണ്. നമ്മുടെ സ്റ്റോൺസും ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ വൈറ്റ് കളർ പേളിന്റെ തന്നെ ഒരു ബീഡ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു പാറ്റേൺ സെയിം തന്നെ നമുക്ക് ഗോൾഡിലുണ്ട്. ഇതിങ്ങനത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിന്റെ അത്രയും നല്ല രസമാണ് ഇത് കാണാൻ. ഇതിന്റെ ഷേപ്പ് ഒരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ്. കുറച്ച് വലിപ്പമുള്ളത് ഫ്ലവർ മേളിലും, താഴെ കുറച്ച് ചെറുതും. അപ്പൊ ഇങ്ങനത്തെ മോഡലൊക്കെ ഗോൾഡിലും അത്യാവശ്യം നല്ല റേറ്റ് ആട്ടോ. ഇങ്ങനത്തെ വൈറ്റ് ഫിനിഷിലുള്ള ഐറ്റംസിനൊക്കെ പണിക്കൂലിയും കൂടുതലാണ്, പിന്നെ ആ ഒരു സ്റ്റോണുകൾക്കൊക്കെ റേറ്റ് കൂടുതലാണ്. അതനുസരിച്ചുള്ള പാറ്റേൺ തന്നെ ഇതിലും സെലക്ട് ചെയ്തേക്കുന്നത്. ചുറ്റിനും കൊടുക്കുന്ന ഗോൾഡ് അല്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ബാക്കി സ്റ്റോൺസും പേളും ഇതൊക്കെ വരുന്ന എല്ലാം ഏകദേശം സെയിം മെറ്റീരിയൽസ് തന്നെയാണ്. റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ ഇതിന്റെ സെന്ററിൽ കണ്ടില്ലേ അടിപൊളിയായിട്ട് കുഞ്ഞൊരു പേള് കൊടുത്തിട്ടുണ്ട്, നല്ല രസമായിട്ട് കാണാനായിട്ട്. പിന്നെ ഒരു കുഞ്ഞ് താഴെ ആ ഒരു ഫ്ലവറും കൂടെ വരുമ്പം കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ അടുപ്പിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വലിപ്പം അതൊന്നും കറക്റ്റ് മനസ്സിലാവില്ല, ഒത്തിരി വലിപ്പം വരത്തില്ല കേട്ടോ. കൈയുടെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു ആവറേജ് മീഡിയം സൈസ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഇതിനൊക്കെ. ഇതിന്റെ നമ്പർ വരുന്നത് P594, റേറ്റ് 590 ആണ്, 590. നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് കാണിക്കുന്നതിന്റെ തന്നെ ഏറ്റവും റേറ്റ് കൂടിയ ഐറ്റം ആണ്. അപ്പൊ അതിന്റെ ആ ഒരു ഭംഗിയും അത്രയ്ക്കുണ്ടെന്നുള്ളത് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. ഇത് ശരിക്കും ഗൗണിന്റെ കൂടെയും നമുക്ക് ഫംഗ്ഷൻ എൻഗേജ്മെന്റ് പോലെ അങ്ങനെ ഫംഗ്ഷനോ ബ്രൈഡ്സിനൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് മോഡലാട്ടോ. അപ്പൊ നമുക്ക് ഷോപ്പിൽ ഈ ഒരു മോഡലിന് ഭയങ്കര സെയിലാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇതിലും കൂടെ കുറച്ചുകൂടെ ഞാൻ കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളേ. അപ്പൊ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല, കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ്. റേറ്റ് വൈസ് അങ്ങനെ ഭയങ്കര ഇതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സിന്റെ ഒക്കെ റേറ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓർണമെന്റ്സിനും അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ലുക്ക് വരുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് മുടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് മാത്രം മതി. നമുക്ക് വേറെ കമ്മല് ഇതും സിമ്പിൾ ആയിട്ടൊരു മാലയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ഡ്രസ്സ് ആണെങ്കിൽ പോലും അതിന്റെ ഭംഗി ഒരു 10 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫ്ലവർ പാറ്റേൺ വരുന്നതിന് മുഖത്തിന് ഭയങ്കര ഭംഗിയാട്ടോ. ഈ ഒരു 5 ഇതൾ വരുന്ന സൈസ് ഫ്ലവേഴ്സ് നിങ്ങൾ ഇട്ട് നോക്കി അറിയാം. നോർമൽ സ്റ്റഡ് ആയിക്കോട്ടെ, നമുക്ക് ഹാങ്ങിങ്സ് ആയാലും മുഖത്തിന് ഭയങ്കര ഭംഗി തരുന്ന ഒരു ഐറ്റം. അപ്പൊ ഇതിൽ കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേൾ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ AD സ്റ്റോൺ, രണ്ടും കൂടെ മാറി മാറിയാ പേള് AD സ്റ്റോൺ, പേള് AD സ്റ്റോൺ, അങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. ഒത്തിരി അല്ല, കുറച്ചൊരു ഹാങ്ങിങ് വരുന്ന സൈസ് മോഡലാണ്. അപ്പൊ ഇത് വൈറ്റ് ഗൗൺസിന്റെ കൂടെ ഒക്കെയാണ് നല്ല കേട്ടോ, കല്യാണത്തിനൊക്കെയാണ് ഇടാൻ പറ്റുന്ന മോഡലാണ്.
ഇതിന് നമ്പർ വരുന്നത് P626, റേറ്റ് 790, 790. ഞാനിപ്പോൾ കാണിച്ച ഗോൾഡന്റെ തന്നെ സിൽവർ കളറാട്ടോ ഇത്. ചിലർ സിൽവർ ചോദിച്ച് വരാറുണ്ട്. കാരണം നമ്മൾ ഗൗണും അങ്ങനത്തെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഗോൾഡൻ ഫിനിഷ് ഇല്ലാത്ത ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ കമ്മലും ആ ഒരു ടൈപ്പ് തന്നെ വേണമെന്ന് അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണ്ടി വരുന്ന ഐറ്റമാണ്. നിങ്ങളുടെ ഞാൻ പറഞ്ഞ ഡ്രസ്സുകളുടെ അനുസരിച്ചാണ് ഓരോന്നിനും മാച്ച് വരുന്നത്. പെട്ടെന്ന് ഇത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. ഡ്രസ്സിനെ വെച്ചിട്ട് അവർ ഏതാണ് മാച്ചിങ് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനേ. ഇത് നമ്പർ വരുന്നത് P627, റേറ്റ് 790, 790. നമുക്ക് നെക്സ്റ്റ് വരുന്നത് പറഞ്ഞാൽ ഒരു പേളിന്റെ ഡിസൈൻ ആട്ടോ. അപ്പൊ ഇങ്ങനത്തെ പേളൊക്കെ നമുക്ക് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മോഡൽ തപ്പി നടക്കും. കാരണം മുഖത്തിന് ഭയങ്കര ഭംഗിയാണ് പേളിന്റെ ഈ ടൈപ്പ് ഗുങ്കുരു പാറ്റേണിലുള്ള ഡിസൈൻ വരുന്നത്. അപ്പൊ ഇത് ഞാൻ ഹാങ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് കാണിക്കാം. ഇതാട്ടോ എന്റെ ഡിസൈൻ. നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്കത് ഇടുമ്പോഴേ അതിന്റെ ഭംഗി ശരിക്കും മനസ്സിലാവുള്ളേ. നല്ല ഹെവി ആയിട്ട് ഗുങ്കുരു യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്. ഗുങ്കുരു എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മോഡല് ഈ ചെയിനിൽ തന്നെ കെട്ടിയെടുത്തേക്കുന്ന സൈസ് മുത്തുകളാട്ടോ. അപ്പൊ ഇത് 2 സൈസിലുള്ള ഗുങ്കുരു യൂസ് ചെയ്തിട്ടുണ്ട്. വലിയ പേളും ചെറിയ പേളും വെച്ചിട്ടുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു ടൈപ്പ് ഹാങ്ങിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഭയങ്കര ഭംഗി. ഈ ഒരു വൈറ്റ് കളർ എന്ന് പറയുന്നത് എല്ലാത്തിനും കൂടെ പറ്റുവേ. നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് എല്ലാ ഡ്രസ്സിനും കൂടെ പറ്റുന്ന സൈസ് ഡിസൈനാണ്. പേൾ എന്തായാലും മസ്റ്റ് ആയിട്ട് എല്ലാവർക്കും വേണം കേട്ടോ. കാരണം നമുക്ക് ചേരുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും തന്നെ മുഖത്തിന് എല്ലാ കളർ ടോണിലുള്ള ആൾക്കാർക്കും ചേരുന്ന സൈസ് ഒരു കളറാണ് പേളിന്റെ കളർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, നമ്മുടെ സ്കിൻ ടോൺ ആയിക്കോട്ടെ, എല്ലാത്തിനും ഈ ഒരു പേള് ചേരുവേ. ഇതിന്റെ നമ്പർ വരുന്നത് P630, റേറ്റ് 550, 550. നമുക്ക് ലാസ്റ്റ് ഐറ്റം വരുന്നത് ഇതും ഒരു അൺകട്ട് പോലത്തെ തന്നെ ഡിസൈൻ ആട്ടോ. ഒരു ലീഫ് പോലുള്ള ഡിസൈൻ എന്ന് പറയാം. മേളില് ഗോൾഡന്റെ തന്നെ ഒരു ഡ്രോപ്പ് ഷേപ്പിലും പിന്നെ താഴത്തോട്ട് ഇതുണ്ടല്ലേ ലീഫ് പോലെ നല്ല ഭംഗിയായിട്ട്. ഇതും ഭയങ്കര വലിപ്പമായിട്ട് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ലീൻ ടൈപ്പ് ഡിസൈൻ എന്ന് പറയാം. എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇതാണ് ലാസ്റ്റ് വൺ വരുന്നത്. ഒത്തിരി ഹാങ്ങിങ് അല്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ നമ്പർ വരുന്നത് P587, റേറ്റ് 540, 540.